എവിക്ഷനോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ഒരു പുതിയ പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ലാലേട്ടൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആ സോഫയുടെ നീളം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലേ. ഇത് പറയുമ്പോൾ ലാലേട്ടന്റെ പിറകിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ ഇപ്പോഴുള്ള മത്സരാർത്ഥികളിൽ അഭിഷേക് ഒഴികെയുള്ള ബാക്കി എല്ലാവരുടെയും ഫോട്ടോകൾ പതിച്ചിട്ടുണ്ട്. ആ ഫോട്ടോകൾക്ക് പാരലായിട്ട് 3 കോളങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒന്നിന്റെ മുകളിൽ സേവ്ഡ് എന്നും രണ്ടാമത്തതിൽ റിസൾട്ട് പെൻഡിങ് എന്നും മൂന്നാമത്തെ കോളത്തിന്റെ ഏറ്റവും മുകളിൽ എവിക്റ്റഡ് എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ബോർഡിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ലാലേട്ടൻ പറയുകയാണ്, ഇതിൽ സേവ്ഡ് ഉണ്ട്, റിസൾട്ട് പെൻഡിങ് ഉണ്ട്, എവിക്റ്റഡും ഉണ്ട്. എനിക്ക് വളരെ സങ്കടമുള്ള കാര്യമാണ് ഇത് ചെയ്യുവാൻ, പക്ഷെ ചെയ്തേ പറ്റുകയുള്ളൂ. അർജുനാണ് ആദ്യം എഴുന്നേൽക്കുന്നത്. അർജുൻ എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നു സേവ്ഡ് ആണ് എന്ന് തോന്നുന്നു. ലാലേട്ടൻ ഉടൻ തന്നെ ആ ഫോട്ടോ സേവ്ഡ് എന്ന കോളത്തിലേക്ക് മാറ്റിവെച്ചിട്ട് പറയുകയാണ്, അപ്പോൾ ആ കോൺഫിഡൻസ് നിലനിർത്താം. തുടർന്ന് സിജോയാണ് എഴുന്നേൽക്കുന്നത്. സിജോയ്ക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ സിജോ പറയുന്നത്, എനിക്ക് ഒരു കാര്യത്തെക്കുറിച്ചുള്ളൊരു ഡൗട്ടാണ്. ആ സമയത്ത് ആ ബോർഡിന്റെ രണ്ടാമത്തെ കോളത്തിലേക്ക് സിജോയുടെ ഫോട്ടോയുമായിട്ട് ലാലേട്ടന്റെ കൈകൾ പതുക്കെ നീങ്ങുകയാണ്. നിങ്ങൾ പറയുന്നത് പോലെ രണ്ടാമത്തെ കോളത്തിൽ റിസൾട്ട് പെൻഡിങ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ എവിക്ഷനോടുള്ള ബന്ധത്തിലെ പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് നോറയാണ് ഔട്ടായിരിക്കുന്നത് എന്നുള്ള വാർത്ത ഓൾറെഡി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സിജോയ്ക്ക് നാളത്തേക്കാണ് വെച്ചിരിക്കുന്നത്. തുടർന്ന് ജാസ്മിൻ എഴുന്നേൽക്കുന്നുണ്ട്. ജാസ്മിനോട് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ലാലേട്ടന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം എന്നെ സേവ്ഡ് ആക്കാനാണെന്ന്. അത് കേട്ടപാടെ ലാലേട്ടൻ പറയുകയാണ്, എന്നെ സേവ്ഡ് ആക്കാനാണല്ലേ, എന്നാ ഇങ്ങു വാ എന്ന് പറഞ്ഞ് തിരിയുമ്പോൾ പ്രൊമോ അവസാനിക്കുകയാണ്. ഈ പ്രൊമോയുടെ ടൈറ്റിൽ ആരൊക്കെയാകും ഇന്ന് ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഡബിൾ എവിക്ഷൻ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇന്ന് ഡബിൾ എവിക്ഷൻ ഉണ്ടാവില്ല. ഇന്നൊരാൾ നാളെ മറ്റൊരാൾ എന്ന രീതിയിലായിരിക്കും എവിക്ഷൻ നടക്കുക എന്നാണ് അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത്.